ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ഒരു കോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പഠിക്കുക. ഇത് ഡോയിലി കോസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ കോസ്റ്റർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ കുഷ്യൻ കവറിൻ്റെ ഒരു ഹാഫ് പാർട്ടായത് കേട്ടോ. ഇതിപ്പോൾ ഒരു 15 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾക്ക് ചെറിയൊരു കുഷ്യൻ കവറിൻ്റെ വൺ ഭാഗമായിട്ട് യൂസ് ചെയ്യാം. ഇതിനെ ഒരു ഭാഗം ഉണ്ടാക്കി ദെൻ സെയിം പോലെ വേറൊരു ഭാഗം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും കോട്ടൺ പാറ്റേൺ, തുണി കൊണ്ടുള്ള പാറ്റേൺ വെച്ച് പിടിപ്പിച്ച് തയ്ക്കുക, അല്ലെങ്കിൽ സെയിം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പം ബാക്ക് ഫ്രണ്ട് രണ്ടും ഒരുപോലെ ഇരിക്കും. അപ്പം ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിന് ഗ്രാനി സ്ക്വയർ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ഏത് നൂല് കൊണ്ടും ഉണ്ടാക്കാം. ഫോർ പ്ലൈ കൊണ്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരിതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ലെഫ്റ്റ് ഓവർ വരുന്ന യാൺസ് കാണുമല്ലോ, കുറച്ച് യാണുകളിങ്ങനെ വരുമല്ലോ, അധികം വരുമല്ലോ ഓരോ എന്തെങ്കിലും ബണ്ടിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മൾട്ടി കളറിൽ ചെയ്തെടുക്കാവുന്ന നിങ്ങളുടെ നൂലും യൂസ്ഫുള്ളാവും. അങ്ങനെ ഒരു പാറ്റേണാണ് കേട്ടോ ഇത് ഗ്രാനി സ്ക്വയർ. ഈ പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഏത് തരത്തിലുള്ള കുറേ പ്രൊജക്റ്റ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് നിങ്ങൾക്ക് പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, ദെൻ സ്ലിംഗ് ബാഗ്സ് ഉണ്ടാക്കാൻ പറ്റും, കുഷ്യൻ കവർ ഉണ്ടാക്കാൻ പറ്റും, ബ്ലാങ്കറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ബ്ലാങ്കറ്റ്സിന് നമ്മൾ ഇത്ര വലുതായിട്ട് ഉണ്ടാക്കില്ല. ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഓരോ ചെറിയ ഗ്രാനി സ്ക്വയേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് ഇത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫസ്റ്റ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് കുറേ ഉണ്ടാക്കി ഇങ്ങനെ ലേൺ ചെയ്യാൻ പറ്റും. ലേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്പീഡ് വരും, സ്റ്റിച്ചിങ്ങിനുള്ള എവിടെയൊക്കെ പ്രോബ്ലം വരും എന്നൊക്കെ മനസ്സിലാക്കാൻ. ഇതിനകത്ത് ഡബിൾ ക്രോഷ്യാണ് ഇതിനകത്ത് കൂടുതൽ യൂസ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പെർഫെക്റ്റ് ആവും. ഒരു സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവും. പിന്നെ ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാം. പിന്നെ അങ്ങനെ ഞാൻ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബ്ലാങ്കറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ബോർഡർ കൊടുത്തേക്കുന്നത്. ഇതിന് ബോർഡർ ഒന്നുമില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയേക്കുന്നതാണ്. നൂലുകൾ ചേഞ്ച് ചെയ്ത് ഓരോ റൗണ്ടിലും ഓരോ നൂല് യൂസ് ചെയ്യുക. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ സ്ക്വയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ സ്ക്വയർ ഉണ്ടാക്കിയിട്ട് ഇതിലെങ്ങനെയാണ് ഈ ഒരു ചെറിയ ബോർഡർ കൊടുത്തു കഴിയുമ്പോൾ ഇതൊരെണ്ണം കംപ്ലീറ്റ് ആകും. ഇത് 5 ലെയറുള്ള 5 റൗണ്ട് ഉണ്ട്. 1 2 3 4 5 റൗണ്ട് പിന്നെ ഒരു ചെറിയ ബോർഡർ. ഇതിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ബ്ലാങ്കറ്റ് ഉണ്ടാക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പേഴ്സും ഉണ്ടാക്കാം, ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പം നിങ്ങളെ സ്ലിംഗ് ബാഗൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള നിങ്ങളെ കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. നിങ്ങൾക്ക് എത്ര വീതി വേണോ, നിങ്ങളുടെ കുഷ്യൻ കവറിന് എത്ര വീതി വേണോ അത്ര അനുസരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇത് കൂട്ട് 5 എണ്ണമല്ല ചെയ്യേണ്ടത്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് നീളത്തിൽ ഇങ്ങനെ കിട്ടും, റൗണ്ടിൽ കണ്ടോ. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് കുഷ്യനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഗ്രാനി സ്ക്വയർ ഇങ്ങനെ ഇത് തന്നെയാണ് പാറ്റേൺ ഞാൻ ചെയ്യുന്നത്. ഈ പാറ്റേൺ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഇതിൻ്റെ റൗണ്ട് കൂട്ടി വരുമ്പോഴാണ് ഇതിങ്ങനെ ഇത്രയും വലുതാവുന്നത്. ഓക്കെ, ഇതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് കുഷ്യൻസ് ഉണ്ടാക്കാം. നല്ലതാണ്, നല്ല ഭംഗിയാണ് കുഷ്യൻസ് ഉണ്ടാക്കുമ്പോൾ. ഇതിങ്ങനെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കും, പില്ലോയുടെ ഇതിലിങ്ങനെ കണ്ടോ, ഫ്രണ്ട് ഇങ്ങനെ നിൽക്കും. ഇത് നിങ്ങൾ വൺ സൈഡ് ഉണ്ടാക്കിയിട്ട് പുറകിൽ ഈ തയ്ക്കുന്നവരൊക്കെയാണ്, മെഷീൻസൊക്കെ ഉള്ളവരാണെങ്കിൽ പുറകിൽ ഈ അത്രയും സെയിം സെൻറ്റിമീറ്ററിൽ തുണി കണ്ടിച്ചിട്ട് നല്ല തുണി എടുത്തിട്ട് ഇതിൽ ചെയ്തിട്ട് ഒരു സിബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഷ്യൻ കവർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വൺ സൈഡ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ല 2 സൈഡ് നിങ്ങൾക്ക് സെയിം വേണമെങ്കിൽ ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ഉപയോഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തിയാവുന്നില്ലല്ലോ, മനസ്സിലാകണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഗ്രാനി സ്ക്വയർ ഡോയിലി ഗ്രാനി സ്ക്വയർ എന്നാണ് പറയുന്നത് ഇതിന്. ഇത് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 4 പ്ലൈയുടെ യാൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 4 പ്ലൈ ആണ്, അധികം വന്ന യാണുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ 2.5ൻ്റെ ഹുക്കാണ്, 2.5 ഹുക്കാണ്. നിങ്ങൾക്ക് 3.5 വരെയൊക്കെ ഉപയോഗിക്കാം 4 പ്ലൈ ആകുമ്പോൾ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ അത് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾക്ക് ഗ്രാനി സ്ക്വയറിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു മാജിക് സർക്കിൾ ഇടുക എന്നുള്ളതാണ്. ആദ്യം മാജിക് സർക്കിളിൽ നമ്മൾ നൂല് എടുക്കുക, ഏതെങ്കിലും കളർ നൂലെടുക്കുക. ഈ 2 ഫിംഗറിൽ കൂടെ ചെയ്തിട്ട് ഇതിലേക്ക് ക്രോസ് ചെയ്ത് ഇങ്ങനെ, എന്നിട്ട് ഹുക്കിൽ ആദ്യത്തെ ഇതിൽ കൂടെ ഹുക്കിടുക, രണ്ടാമത്തെ ഹുക്കിൽ തിരിച്ചിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട്
ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം, ഒന്നുകൂടെ കാണിക്കാവേ. ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഉണ്ടോ ഒരു മാജിക് സർക്കിൾ ഇവിടെ ഫോമായി, ഒരു മാജിക് സർക്കിൾ ഉണ്ട്. ഇതാണ് മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്റ്റിച്ചിങ് ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ 3 ചെയിൻ, പിന്നെ ഡബിൾ ക്രോഷ്യ, യാൺ ഓവർ, 2 ലൂപ്പ്, then 2 ലൂപ്പ്. നമ്മളിട്ട ചെയിൻ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യായിട്ട് നമ്മളെടുക്കും. പിന്നെ അടുത്ത ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കണം, 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഈ 3 ഡബിൾ ക്രോഷ്യയ്ക്ക് ശേഷം നമ്മൾ 2 ചെയിൻ ഇടും സ്പേസിന് വേണ്ടിയിട്ട്. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, 1 2 3 കഴിഞ്ഞിട്ട് വീണ്ടും 2 ചെയിൻ, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, 1 യാൺ ഓവർ, 2 ലൂപ്പ്, ലൂപ്പിൽ കൂടെ വലിക്കുക, യാൺ ഓവർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരെണ്ണം കൂടെ, യാൺ ഓവർ, 2 ലൂപ്സ്. ഇനി വീണ്ടും 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് വീണ്ടും 2 ചെയിൻ, വീണ്ടും ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ്, 1 2, രണ്ടാമത്തെ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ക്രോഷ്യ, ഷോർട്ട് ഫോമിൽ നമ്മൾ ഡി സി എന്ന് പറയും കേട്ടോ. 3 അങ്ങനെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യയുടെ 4 സെറ്റ് ഉണ്ടാക്കി. 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾക്കിതിനെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ 2 ചെയിൻ ആസ് യൂഷ്വൽ വേണം, കാരണം ഇവിടെ നമുക്ക് സ്പേസ് വേണ്ടേ. 2 ചെയിൻ ചെയ്തിട്ട് 1 2 3 ലാസ്റ്റിലത്തെ ഇതിൽ നമ്മൾ ആദ്യത്തെ ചെയിനിലേക്ക് പിന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇട്ട് ഇതിനെ ഇവിടെ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടാലും മതി, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇതിനകത്ത് വേറൊരു ലൂപ്പിൽ 3 ലൂപ്പുള്ളതിൽ ആ 3 ലൂപ്പിലും കൊണ്ടുവന്നിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് എടുക്കാമെങ്കിൽ ഇത് കുറച്ച് സെക്യൂർ ആയിട്ടിരിക്കും. കാരണം നമ്മൾ ചിലപ്പോൾ പില്ലോ കവർ ഉണ്ടാക്കുമോ അല്ലെ കുഷൻ കവർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പാറ്റേൺ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് ഊരിപ്പോകാതിരിക്കണം. അപ്പോൾ ഒന്ന് സെക്യൂർ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ പോവില്ല. എന്നാൽ തന്നെ അങ്ങനെ നമ്മളിതിനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി ഈ സ്പേസില്ലേ, ആ സ്പേസിനെ നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടിങ് നൂല് കൊണ്ട് ഇങ്ങനെ വലിക്കുക, ഇങ്ങനെ മാക്സിമം വലിക്കുക. ഉണ്ടോ ഈ പുറയിലുള്ള നൂലില്ലേ, അതിനെ വലിക്കുക നല്ലതായിട്ട്. എത്ര വലിക്കുക അത്രയും വലിച്ചടിപ്പിക്കുക. ഉണ്ടോ സ്പേസിലാണ്ട് ഞാൻ ഉണ്ടോ ഇവിടെ നടുവിലുള്ള സ്പേസ് പോയില്ലേ. ഓക്കെ, ഇനി ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഉണ്ടാക്കുന്ന വർക്കിംഗ് ആണിലൂടെ ജോയിൻ ചെയ്ത് പോകാം. അല്ല നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ചിലപ്പം ഈ നൂല് നിങ്ങൾക്ക് ഡിസ്റ്റർ ഉണ്ടാക്കും ആണെങ്കിൽ ഈ ലൂപ്പിനകത്തൂടെ പുറകിൽ സൈഡിൽ ഇങ്ങനെ ഈ ലൂപ്പിൽ കൂടെ എടുത്തിട്ട് ഈ ത്രെഡ് ഇങ്ങനെ വലിച്ച് ഇതിനകത്തൂടെ കയറ്റി 2-3 പ്രാവശ്യം ചെയ്തിട്ട് 2 മാക്സിമം 3 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ചെയ്താലും മതി. നല്ലതായിട്ട് അടുപ്പിച്ചതിന് ശേഷം ചെയ്യാം കേട്ടോ. ചെയ്തിട്ട് ഇതിനെ ടൈറ്റ് ചെയ്തതിന് ഞാൻ കട്ട് ചെയ്യാം. കണ്ടോ ഒരു സ്ക്വയർ ആയില്ല, നമുക്ക് 4 കോർണറായി. നമ്മൾക്ക് ഈ കോർണറിൽ ഈ കോർണർ ഈ 4 കോർണറിലാണ് നമുക്കിനി ചെയ്യേണ്ടത്. നമ്മൾ ഈ കോർണറിൽ നിന്ന് ആദ്യം തുടങ്ങും. ഇതിനെ ഈ നൂലിനെ കളയണ്ട കേട്ടോ, ഈ നൂലിനെ കണ്ടിക്കേണ്ട. ഈ നൂലിനെ നമ്മൾക്ക് പുറകോട്ട് വെച്ചിട്ട് ഇനി വരുന്ന സ്റ്റിച്ചിലേക്ക് ആക്കി കൊണ്ടുപോകും. കാരണം നമ്മൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് നൂല്. അപ്പോൾ അത് നമ്മൾ എവറി ടൈം നമ്മളത് കണ്ടിച്ച് കളയുക, ഇൻസെർട്ട് ചെയ്യുക, അത് വലിയൊരു അതാണ്. നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇങ്ങനെ ഇത് മടക്കി തേച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് പോകും. അത് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. ഇത് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാനായിട്ട് ഞാനൊരു നൂലെടുത്തു, ഡൈ കളർ നൂലെടുത്തു. ഇൻസെർട്ട് ചെയ്യുന്ന കാണിക്കാം. ഇൻസെർട്ട് ചെയ്യുന്ന പല രീതിയുണ്ട്. ഒരു രീതി ഞാൻ ആദ്യം കാണിക്കാം. ഇതായിരിക്കും ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കോർണറിലെ നമ്മുടെ ഈ സ്പേസിൽ വേണം തുടങ്ങുന്നത്. ഇട്ടിട്ട് ഈ നൂലിനെ എടുത്തിട്ട്
ഇങ്ങനെ കുറേ സൈഡ് വെച്ച് ഇതിനെ ഇങ്ങോട്ട് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യുക. നെക്സ്റ്റ് തുടങ്ങാൻ പോവാണ്. അതിനെ സെയിം 1 2 3 ചെയിൻ, ഇതിനെ ഒരു ക്രോഷ്യ ഡബിൾ ക്രോഷ്യ ആയിട്ട് നമ്മൾ ചെയ്യും. ദെൻ ഡബിൾ ക്രോഷ്യ, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഈ നൂല് കണ്ടോ, ഇവിടെ ഞാനിപ്പോൾ ഈ എടുത്തപ്പം വന്ന നൂല് കണ്ടോ, ഈ നൂലിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു എല്ലാം കൊണ്ട് പിടിച്ച് ഇങ്ങനെ ഇവിടെ പിടിച്ച് വയ്ക്കുക, ഈ നൂലിൻ്റെ കൂടെ തന്നെ. അപ്പം നമ്മൾക്ക് അതിനെയും ചെയ്ത് പോകാൻ പറ്റും. 1 2 സ്പേസ് ഇട്ടിട്ട് സെയിം സ്റ്റിച്ച് തന്നെ 3 ഡബിൾ ക്രോഷ്യ കൊണ്ടാക്കണം. അതായത് 6 ഡബിൾ ക്രോഷ്യ. 1 2 3 കണ്ടോ, സെയിം സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ ഉണ്ടാക്കിയാൽ 3 ഡബിൾ ക്രോഷ്യ, ദെൻ സ്പേസ്, പിന്നെ 3 ഡബിൾ ക്രോഷ്യ ഉണ്ട്. 6 ഡബിൾ ക്രോഷ്യ. 1 2 3 സ്പേസ്, 1 2 3 6 എണ്ണമായി. എല്ലാ കോർണറും നമ്മൾക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി 6 എണ്ണമാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി അടുത്തതിലേക്ക് പോവുകയാണ് നമ്മൾ. അടുത്തതിലേക്ക് പോകുമ്പോൾ സ്പേസ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് യാൺ ഓവർ, ഈ അടുത്ത കോർണറിലേക്ക് പോയി വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്തു. 1 2 3 2 ചെയിൻ, വീണ്ടും സെയിം സ്റ്റിച്ചിൽ തന്നെ 3 എണ്ണം, 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ, 2 ചെയിൻ, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, 6 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ 4 കോർണർ നമുക്ക് ചെയ്യാം. 2 കോർണറായി. മൂന്നാമത്തെ കോർണറിലേക്ക് പോകണ്ട. 2 ലൂപ്പിൽ കൂടെ, ദെൻ 2 ലൂപ്പ്. ഡബിൾ ക്രോഷ്യ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ ചെയ്യണം. യാൺ ഓവർ, ഇൻസേർട്ട് ചെയ്യുക, തിരിച്ചിതിനെ എടുക്കുക, എന്നിട്ട് 2 ലൂപ്പിൽ കൂടെ ആദ്യം എടുക്കുക, ദെൻ 2 ലൂപ്പിൽ കൂടെ. ഇതിനെയാണ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. 2 ചെയിൻ, ദെൻ വീണ്ടും ഡബിൾ ക്രോഷ്യ, 3 എണ്ണം. 1 2 3. ഓക്കെ. വീണ്ടും നമ്മുടെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് കോർണർ 1 2 3 കോർണർ. അതിന് നാലാമത്തെ കോർണറിൽ സെയിം ഡബിൾ ക്രോഷ്യ, 1 2 3 2 ചെയിൻ, 1 2 3. കംപ്ലീറ്റ് ആയി കണ്ടോ. ഇനി ഇതിനെ നമ്മൾക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഈ ഫസ്റ്റ് ഇതിൽ കണ്ടോ, ഇവിടുന്ന് നിങ്ങൾ ഇടുമ്പോൾ 1 2 മൂന്നാമത്തെ ഇത് കണ്ടോ. ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളതിനെ ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, വീണ്ടും അടുത്തത് സ്റ്റിച്ചിൽ ഒന്നും കൂടി ഇടുക. 2 എണ്ണം ഇട്ടാലും മതി കേട്ടോ, ഞാൻ 3 എണ്ണം ഇടുന്നുണ്ട്. ഇട്ടെടുക്കുക കണ്ടോ, ലൂപ്പായി കണ്ടോ. രണ്ടാമത്തെ റൗണ്ട് നമ്മുടെ കംപ്ലീറ്റ് ആയി. എന്നിട്ട് നൂല് കുറച്ച് നീളത്തിൽ കണ്ടിട്ട്, നിങ്ങൾ ആവശ്യമുള്ള നീളത്തിൽ കണ്ടിച്ചിട്ട് അത് മാറ്റും. ഇതിപ്പോൾ ഒരു സ്ക്വയർ ആയില്ലേ. ഇനി നമ്മൾ അടുത്ത നൂല് ജോയിൻ ചെയ്യാൻ പോവാണ്. കളർ ചോയ്സ് ഒന്നുമില്ല, ഏത് കളറും നിങ്ങളുടെ കയ്യിലുള്ളത് ചെയ്തു. ഇനി ഞാൻ ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ള വേറൊരു വഴി കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. സിമ്പിൾ. നമ്മൾ ഇതാ ഇങ്ങനെ സാധാരണ ഒരു നോട്ടിടത്തില്ല, ഇങ്ങനെ സാധാരണ പോലെ ഒരു നോട്ടിടൂലേ, ഇതാ. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ഇടുന്നൊരു നോട്ടില്ലേ, അത് തന്നെ ഇതാ. അങ്ങനെയും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷേ എനിക്ക് മറ്റേതാണ് എളുപ്പമായിട്ട് തോന്നുന്നത്. ഇങ്ങനെ എടുത്തു, നോർമൽ നമ്മളിങ്ങനെ എടുത്തിട്ടൊരു സ്റ്റിച്ച് ഇട്ടിട്ട് ഇതാ ഇനി ഇവിടെ അങ്ങ് സെക്യൂർ ചെയ്യണം. പിന്നെ ഇങ്ങനെ വലിക്കാമെങ്കിൽ ഇതങ്ങ് സ്റ്റിച്ച് ഉണ്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ കൊണ്ടുവരിക, സെറ്റ് ചെയ്യുക, ഇതിനെ എടുക്കുക. ഇതിനെ സ്ലിപ്പാവാണ്ടിരിക്കും. ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇവിടുന്ന് അഴിഞ്ഞു പോകില്ല. പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് വരുമ്പോൾ ഇത് സെക്യൂർ ആവും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത്, നമ്മൾ ഈ നിർത്തിയ കോർണറിൽ നിന്ന് ബിഫോർ കോർണറിൽ വേണം നിങ്ങൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. 3 ചെയിൻ,
3 ചെയിൻ, 2 3 സിംഗിൾ ഡബിൾ ക്രോഷ്യ, ദെൻ വീണ്ടും 2 ചെയിൻ, സെയിം സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ വീണ്ടും. ഇത് സെയിം പാറ്റേൺ ആണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഒരു വ്യത്യാസം ഇപ്പം വരും, അത് ഞാൻ കാണിച്ചു തരാം. എന്താ അങ്ങനെ 3 എണ്ണം. ഈ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 3 കോർണറിൽ ചെയ്തു, 4 കോർണറിലല്ല ചെയ്തത്. കോർണറെ നമ്മൾ തിരിച്ചിങ്ങനെ ചെയ്യുമ്പം ഇവിടെ 2 എണ്ണം വന്നില്ലേ, അപ്പോൾ ഇതിങ്ങനെ ഇൻക്രീസ് ആവുക. ഇത് എന്താ, ഇവിടെ ഒരു ഷെല്ല് വന്നു. ഈ കോർണർ അല്ലാതെ വരുന്ന ഷെല്ല്, ഈ കോർണറിലല്ലാണ്ട് വരുന്ന ഇടയിൽ വരുന്ന എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യാണ്. ഇതിപ്പോൾ ഇൻക്രീസ് ആയി വരും. ഇതിപ്പം ഒരു സ്പേസ് കണ്ടു, ഈ നെക്സ്റ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഇവിടെ 2 സ്പേസ് വരും, പിന്നെ 3 സ്പേസ് വരും. അങ്ങനെയാണിത് നമ്മുടെ പ്രൊജക്റ്റ് വലുതായി പോകുന്നത്. അപ്പം ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി 3 ഡബിൾ ക്രോഷ്യ ഉണ്ട്. 1 2 3 ഉണ്ടോ. ഇത് 3 ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്താൽ മതി. ഇനി അടുത്ത് വരുന്ന കോർണറിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ കോർണറിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും സെയിം കോർണർ സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, വീണ്ടും അടുത്ത കോർണറിൻ്റെ ഇടയിൽ വന്ന സ്പേസ് കണ്ടോ, അതിലേക്ക് നമ്മൾക്ക് 3 ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും അടുത്ത കോർണർ വന്നു. കോർണറിൽ എത്ര, 6 എണ്ണമല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കൂട്ടത്തിൽ ചെയ്ത് പഠിക്കാമെങ്കിൽ സ്പീഡ് വരും. മൂന്നെണ്ണം ഉണ്ടാക്കി, 2 ചെയിൻ. ഞാൻ സ്റ്റിച്ച് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകണം, അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആവും, ബോറാവും നിങ്ങൾക്ക്. 1 2 3 പാട്ടേൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് 6 എണ്ണം. വീണ്ടും നമ്മൾ അടുത്ത ഷെല്ലിൽ വന്നു. ഇതൊന്നുമില്ല, കാണുമ്പോൾ ഒരു ടെൻഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നവർക്കൊരു ടെൻഷൻ വരും. കുറേ ദിവസം നമ്മളിങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആവും. കണ്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കോർണറിൽ 6 എണ്ണം. 1 2 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, ദെൻ 2 ചെയിൻ, then again 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി വീണ്ടും കണ്ടോ 2 എണ്ണത്തിൻ്റെ ഇടയിലുള്ള ഷെല്ല് വന്നു. അവിടെ എത്രയാണ് ചെയ്യേണ്ടത്, 3 എണ്ണം. ഒന്ന് 2 ഉണ്ടോ. ഇപ്പം കംപ്ലീറ്റ് ആകാൻ പോവാണ്. ഇനി ഇവിടേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് സെയിം ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇരുന്ന് അറിയാമല്ലോ. ഇതിന് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തുകൂടി ഇങ്ങനെ ഇറക്കുവാണിത്. സിമ്പിൾ. വീണ്ടും അടുത്ത സ്റ്റിച്ചിലിൻ്റെ കൂടെ ഒന്നും കൂടെ ചെയ്ത് നമ്മളുണ്ടോ ഒരു സെക്യൂരിന് വേണ്ടിയിട്ട് 3 എണ്ണം ചെയ്തു. ഇത് വലിച്ചു വരും. ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചേര നൂല് വലിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് പിന്നെ ഹൈഡ് ചെയ്യാൻ നൂല് ഇതുണ്ട്. 3 എണ്ണം ആയില്ലേ. നമ്മൾക്കങ്ങനെ തെറ്റുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അടുത്ത റൗണ്ടൊക്കെ ചെയ്യാൻ വരുമ്പോഴേ അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് നോക്കണം, ശ്രദ്ധിക്കണം. ഒരെണ്ണമൊക്കെ ചെയ്ത് 2 ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് നോക്കണേ. ഞാനത് ചെയ്തിട്ട് വരാമല്ലോ, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും. ഇതാ അങ്ങനെ 1 2 3 4
നാലാമത്തെ റൗണ്ട് കഴിഞ്ഞ് നമ്മൾ 5ാമത്തെ റൗണ്ട് ചെയ്യാം. 4ാമത്തെ റൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് 1 2 3 സ്പേസ് ഇവിടെ ഇടയ്ക്ക് കിട്ടി കണ്ടോ. ഇങ്ങനെയാണ് ഇത് ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4ാമത്തെ ചെയ്തിട്ട് 5ാമത്തെ ചെയ്തിട്ട് പിന്നെ ബോർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ബോർഡർ നിങ്ങൾക്ക് എല്ലാ പ്രോജക്റ്റിനും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിങ്ങനെ ചെറുതുണ്ടാക്കി പിന്നീട് അതിനെ ഇങ്ങനെ തയ്ക്കുമ്പോഴാണ് ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കുന്നതിന് മാത്രം നിങ്ങൾ ബോർഡർ ഉണ്ടാക്കിയാൽ മതി. അല്ല ഇതുപോലുള്ളത് ചെയ്യുവാണെങ്കിൽ കുഷന് വേണ്ടിയിട്ട് ചെയ്യുവാണെങ്കിൽ ബോർഡർ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് എത്ര നീളം വേണോ അങ്ങനെ ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ബാക്ക് സൈഡിലേക്ക് ഉണ്ടാക്കിയിട്ട് അതൊന്നിച്ച് കൂട്ടിച്ചേർത്താൽ മതി. അതിന് ആവശ്യമില്ല. പക്ഷെ നിങ്ങളിങ്ങനെ ഇത് ഓരോന്ന് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബോർഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല എങ്ങനെയാണ് ബോർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ലെയറൂടെ കാണിക്കാം, 5ാമത്തതും കൂടെ. വീണ്ടും നമ്മൾ 5ാമത്തെ റൗണ്ടിലേക്ക് പോകണം. ചെയ്തിട്ടു ഞാൻ പറഞ്ഞില്ല, നൂലിൻ്റെ കളറിലൊന്നും കൺഫ്യൂസ് ആവണ്ട. കയ്യിലുള്ള നൂലുകൾ ഏത് കളറാണ് ഇട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു നൂല് ചെയ്തു, ഇവിടെ ഒരു നൂല് ചെയ്തിട്ട് ഇവിടെ ഈ സെയിം നൂല് തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ നൂല് അത് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ അത് നിങ്ങളുടെ നൂല് കയ്യിലുള്ള അനുസരിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. 1 2 3 മൂന്നായി. ഇനി അടുത്ത 1 3 ഡബിൾ ക്രോഷ്യ. ഇത് ലാസ്റ്റാണ്. ഞാൻ ഈ റൗണ്ട് കൊണ്ട് ഈ ഡബിൾ ക്രോഷ്യ നിർത്തുവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിക്കാം. ഇത് 3 ചെയിൻ ഉണ്ടാക്കി സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ 3 ചെയിൻ, ദെൻ 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ അത് 3 ഡബിൾ ക്രോഷ്യായി. 2 ചെയിൻ, വീണ്ടും അതിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സെയിം തന്നെ. ഞാനെൻ്റെ ഇരിക്കുന്ന പൊസിഷൻ ഒന്ന് മാറ്റിയപ്പോൾ എനിക്ക് സ്പീഡ് കുറഞ്ഞു. ഉണ്ടോ നല്ല 6 ഉണ്ടാക്കി. അടുത്ത ഷെല്ല് കണ്ടോ, 3 ഷെല്ല് വരും. 3 ഷെല്ല് 1 2 3 ഷെല്ലും 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, 1 2 1. നെക്സ്റ്റിൽ 1 2 എല്ലാം ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് കേട്ടോ. 3. നെക്സ്റ്റിൽ 1 2 3 ഉണ്ടോ. അപ്പോൾ 1 2 3 എണ്ണത്തിന് ഞാൻ 3 ചെയ്തു കോർണറിൽ. ഇനി ഇത് അടുത്ത് ചെയ്യുമ്പോൾ 4 ആവും കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. അവിടെ മാത്രം അങ്ങനെ ഇൻക്രീസ് ആവുന്നുള്ളൂ. ബാക്കി കോർണറിൽ സെയിം തന്നെയാണ്. സ്റ്റിച്ചിങ് എല്ലാം സെയിം തന്നെയാണ്. ഒരു ഡബിൾ ക്രോഷ്യ, 2 3 2 ചെയിൻ, വീണ്ടും സെയിം സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ, വീണ്ടും അടുത്ത ഷെല്ലിലാണ്ടോ 1 2 3. അടുത്ത ഷെല്ലിൽ 1 3, വീണ്ടും ഷെല്ല് 1 2 3. ഇനി അടുത്ത കോർണർ വന്നുണ്ട്. കോർണർ സിസ്റ്റിൽ 6 ചെയ്യണം. 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞതിന് ശേഷം 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ.
സെയിം പാറ്റേൺ ആണ്, ഒരു വ്യത്യാസമില്ല. ഒന്നാണ് ഞാനിപ്പോൾ എളുപ്പം ചെയ്യണേ. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം 3 എണ്ണത്തിന് വരെ ഇടയിൽ 2 എണ്ണമൊക്കെ ആയിപ്പോയാൽ അതുകൊണ്ട് വരെ നിങ്ങൾ ചെയ്ത് പൊയ്ക്കോ. പഠിച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരെണ്ണം സ്റ്റിച്ചിങ്ങിൽ ഇടയ്ക്ക് സ്റ്റിച്ചിങ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ പാറ്റേൺ അറിയില്ലേ പെട്ടെന്ന്. തെറ്റുകൾ എല്ലാവർക്കും വരും. ഇപ്പോൾ എത്ര പഠിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ചെറിയ എല്ലാത്തിലും ഇല്ലേ അങ്ങനെ. അതൊക്കെ നമ്മുടെ കൈയുടെ ഇതല്ല, നമ്മൾ എന്നാലും ചെയ്യുന്നതിൻ്റെ ആ ഒരു മൂഡ് പോലെ ഒക്കെ ഉണ്ടാവും. സാരമില്ല. ഇതിനകത്ത് വരുന്ന ആകെയുള്ളൊരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇടയ്ക്കുള്ളത് കൂടി വരും. ബാക്കി കോർണർ സെയിം ആയിരിക്കും. നാലാമത്തെ കോർണറിലെത്തി ഞാൻ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, വീണ്ടും സെയിമിൽ 3 എണ്ണം, ടോട്ടൽ 6 DC. 2 3 ഒരെണ്ണം ഞാൻ അഴിച്ചു കേട്ടോ. അതിന് ചെയ്യാൻ നൂല് അവിടെ. ഇനി 4 എണ്ണം കൂടെ ഉണ്ട് നമുക്ക് ഷെല്ല് ഈ സൈഡിൽ. 1 2 3 നെക്സ്റ്റ് 2 നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഷെല്ല് കണ്ടോ. ഇത് ഓരോ ഷെല്ല് കഴിയുമ്പോഴും ഇവിടെയൊക്കെ കഴിയുമ്പോഴും ഓരോന്നും ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും സ്പേസ് ഒന്നും വരണ്ട കേട്ടോ. ഡയറക്റ്റ് ചെയ്യണം ഓവർ ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചോണേ. ചെയ്യാം, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു ബർഡനാണ്. പിന്നെ എല്ലാവരും സ്റ്റിച്ചിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. അത് ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവരുടെ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സ്പേസ് ഇടേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാൻ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഞാനിത് കൊണ്ട് ചെയ്യാം കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് എന്നും പറയാം, സ്ലിപ്പ് നോട്ടെന്നും പറയാം. സെക്യൂർ ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 3 പ്രാവശ്യം ചെയ്തോളൂ കേട്ടോ. അങ്ങനെ കണ്ടിക്കാൻ പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ 5 1 2 3 1 2 3 4 5 റൗണ്ടും കഴിഞ്ഞു. ഈ 5 റൗണ്ട് നോർമലി 5 ആണ് ഉണ്ടാക്കാറുള്ളത്. ഉണ്ടാക്കി പിന്നെ നമ്മളതിനെ അറ്റാച്ച് ചെയ്ത് അങ്ങനെയുള്ള പ്രൊജക്റ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇതുണ്ടോ, ഇത് ഞാൻ ചെയ്തിട്ടുണ്ടോ. ഇത് 5 എണ്ണം 1 2 3 4 5 ഇത് 5 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡർ ഇട്ടുണ്ടോ. ആ ബോർഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ആ ബോർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരെണ്ണത്തിനുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ തയ്ച്ച് പോകണമെന്നുണ്ടെങ്കിൽ ആ ബോർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റിച്ച് സിംഗിൾ സ്റ്റിച്ച് തയ്ച്ച് പോകാം. അഥവാ നിങ്ങൾ ഇതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, കുഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. എത്ര നിങ്ങൾക്ക് നീളം വീതി വേണം. സ്ക്വയർ ആയതുകൊണ്ട് നീളവും വീതിയൊക്കെ ഒരുപോലെ ആയിരിക്കുമല്ലോ. നിങ്ങൾ എക്സാമ്പിൾ കുഷൻ കവർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നൂലിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ചേഞ്ച് ചെയ്ത് നിങ്ങൾ എത്ര നീളം വേണോ അത്ര നീളം ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ. ഇത് കണ്ടോ, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇതൊരു കുഷൻ കവറിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുക. ഇത് എന്തെങ്കിലും ബ്ലാങ്കറ്റ് ഉണ്ടാക്കണമെന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടോ പല ഇതിൽ നിന്നിട്ട് ഇതിനെ ഞാൻ ജോഡിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് ബോർഡർ ഇടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ബോർഡർ നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്ത ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ഫൈനൽ ലുക്ക് നല്ലതായിരിക്കും. ഞാനിപ്പം ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ഇത് യൂസ് ചെയ്തതിൻ്റെ ഇതാണ്. ഇച്ചിരി ഡാർക്ക് കളറായിട്ടുള്ള ലൈറ്റ് കളറായിട്ടുള്ള ബോർഡർ കൊടുക്കാമെങ്കിൽ നല്ലതാണ്. എല്ലാത്തിനും ഒരേ ബോർഡർ കൊടുക്കാമെങ്കിൽ നല്ലതാണ്. പക്ഷേ നൂലില്ല. ഞാൻ ഈ ഗ്രേ ചെയ്യണമെന്ന് വിചാരിച്ച തുടങ്ങി വെച്ച, പക്ഷേ ഗ്രേ നൂല് എൻ്റെ ഇല്ല. അപ്പോൾ ഇനിയിപ്പം ഗ്രേ
ഒരേ ബോർഡർ പിന്നെ ഗ്രേ അതിനകത്തും അഡ്ജസ്റ്റ് ചെയ്യും. ഗ്രേ ഒരേ ഇത് ചെയ്യാമെങ്കിൽ നമ്മൾക്ക് ഈ ബേസിൽ ഇങ്ങനെ ഒരു കളറായിട്ട് നല്ല ഭംഗിയായിരിക്കും, എല്ലാത്തിനും ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റിച്ചസിലെ ഈ എല്ലാ സ്റ്റിച്ചസിലെ നമ്മുടെ അതിലായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റിച്ച് കണ്ടോ, നമ്മൾ വർക്കിംഗ് സ്റ്റിച്ചില്ലേ, നമ്മുടെ ഓരോ സ്റ്റിച്ചിൻ്റെ ഈ ഇടയിൽ, ഇതിൽ ഓരോ ഇടയിലും ഞാൻ ഓരോരോ ഡബിൾ ക്രോഷ്യോ ഉണ്ടാക്കാൻ പോവാണ്. ആസ് യൂഷ്വലി ഈ കോർണറിൽ നിന്ന് തന്നെ തുടങ്ങാം. കോർണറിൽ ഞാൻ 2 എണ്ണം ഉണ്ടാക്കും, ഇവിടെ ഇച്ചിരി സ്പേസിലെ ആ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യോ ഉണ്ടാക്കും. എങ്കിലേ അതാ സ്പേസ് കാണുമ്പോൾ ഒരു ഭംഗി തോന്നും. ഒരെണ്ണം ചെയ്താൽ അത് ഭംഗിയില്ല. ഒന്ന് കോർണറിൽ തുടങ്ങാമെന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങുമ്പോൾ ഒരു കംഫർട്ട് ഫീൽ കാണും നിങ്ങൾക്ക്, കാരണം അത് സ്പേസൊക്കെ സ്ഥലമായതുകൊണ്ടേ. 1 2 3 ഉണ്ടോ, ഇവിടെ 2 എണ്ണം ഉണ്ടാക്കി. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചിലാണ് കേട്ടോ. ഇവിടെയല്ല ഉണ്ടാക്കാൻ പോകുന്നത്, എപ്പോഴും നമ്മൾ ഇവിടെയല്ലേ ഉണ്ടാക്കണം. ഈ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെയുള്ള സ്പേസില്ലേ ഉണ്ടോ, ഈ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യോ. എന്നാൽ ഓരോ സ്റ്റിച്ചിലും കണ്ടോ, ഈ ഓരോ സ്റ്റിച്ചിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ഇടാനായിട്ട് ചെയ്തില്ലേ ആ സ്റ്റിച്ചസിൽ, ഓരോ സ്റ്റിച്ചസിനകത്തൂടെ ഓരോരോ ഡബിൾ ക്രോഷ്യോ ഉണ്ടാക്കി പോകണ്ട. ഇവിടെ വരുമ്പോൾ മാത്രം, ഈ സ്പേസിൽ വരുമ്പോൾ മാത്രം 2 എണ്ണം ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത സ്റ്റിച്ചിൽ ചെയ്യാതെ ഡബിൾ ക്രോഷ്യോ തന്നെ ചെയ്യാം കേട്ടോ. അടുത്ത സ്റ്റിച്ചിൽ ഓരോ സ്റ്റിച്ചിലും ഓരോന്ന് ചെയ്ത് പോവുക. ഇടയ്ക്ക് വരുന്നിടത്ത് മാത്രം, സ്പേസ് വരുന്നിടത്ത് മാത്രം 2 എണ്ണം ചെയ്യുക. ബാക്കി എല്ലായിടത്തും ഓരോന്ന് ചെയ്ത് പോവുക ബോർഡറിന് കേട്ടോ. ഇത് വേറെയും ബോർഡേഴ്സൊക്കെ ഉണ്ടാക്കാം, ഇതിപ്പോൾ സിമ്പിളായിട്ട് ഞാൻ കാണിക്കുകയാണെങ്കിൽ. ബോർഡേഴ്സൊക്കെ ഒരുപാട് രീതിയിലുള്ള ബോർഡേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ഇതിന് ഈ ബോർഡറാണ് നല്ലത് നമുക്ക് തയ്ക്കാനുള്ള. ഇത് ഒരു പ്രൊജക്റ്റ് നിർത്തുന്ന ബോർഡേഴ്സാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ 2 എണ്ണം, സ്പേസൊക്കെ 2 എണ്ണം, ബാക്കി ഓരോ സ്റ്റിച്ചിലും ഓരോന്ന് ചെയ്യുക. ഇതിന് സ്ലിപ്പ് സ്റ്റിച്ചിട്ടും നമുക്ക് ബോർഡർ കൊടുക്കണം കേട്ടോ. ഈ സ്റ്റിച്ച്, ഈ 3 സ്റ്റിച്ച് വരുമല്ലോ ഇടയ്ക്ക്, 1 2 സ്റ്റിച്ച്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിൽ ഓരോന്നും ചെയ്തു പോകാം. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിൽ ഇതിനകത്ത് ചെയ്യാണ്ട് തന്നെ ഓരോ സ്റ്റിച്ച് പിടിച്ച് ചെയ്തു പോകാം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വേറൊരു പാറ്റേണായിട്ട് മാറുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളിത് കാണിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഈ സ്റ്റിച്ചസ് മാത്രം ഓരോന്ന് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് ഒരു ബോർഡറാവും. സ്പേസ് വരുമ്പോൾ മാത്രം നിങ്ങൾ 2 എണ്ണം ചെയ്തു കേട്ടോ. ഓരോ സ്റ്റിച്ചിലും ഓരോന്ന്. സ്ലിപ്പ് നോട്ട് ഇട്ടും ചെയ്യാൻ പറ്റും. ഇത് സ്ലിപ്പ് നോട്ട് ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം കൂട്ടി തയ്ക്കുമ്പോഴേ കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ ആണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അല്ല നിങ്ങൾ ചെയ്യേണ്ട ഇങ്ങനെയും ചെയ്യാം, ഈ സ്റ്റിച്ചിലോ മൊത്തത്തിൽ സ്റ്റിച്ചിൽ അങ്ങ് ചെയ്ത് പോകണം, ഈ സ്പേസിലോട്ട് കിടക്കാതെ സ്റ്റിച്ച്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് അന്നേരം അതൊരു സ്ട്രോങ്നെസ് തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാണ്ട് ഈ സ്പേസിൻ്റെ അവിടെ വരുമ്പം സ്പേസിൻ്റെ അകത്തൂടെ തന്നെ 2 എണ്ണം ചെയ്യുന്നത് കേട്ടോ. ഞാനിത് ബ്ലാങ്കറ്റിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ഓരോന്ന് സ്പേസ് ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല.
ഇതാ ഞാനിത് സ്പേസിൽ ചെയ്ത് കാണിക്കാം. സ്പേസിൽ തന്നെ ചെയ്ത് പോകുമ്പോൾ ഉള്ള വ്യത്യാസം കാണിക്കാം ഞാൻ. ഇതാ അവിടുത്തെ സ്പേസ് ഞാൻ ചെയ്തില്ല, ഞാൻ സ്റ്റിച്ചിലാണ് ചെയ്തത്. ഇതാ ഇങ്ങനെ ചെയ്താലും മതി നിങ്ങൾക്ക്. ഈ സ്പേസ് വരുന്നിടത്ത് രണ്ടെണ്ണം ചെയ്യാതെ എല്ലാ സ്പേസിലും ഓരോന്നോരോന്നോരോന്ന് ചെയ്തു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇത് ഓരോ സ്പേസിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെ വരെ ചെയ്യുക. ഇവിടെ വരെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. നമുക്ക് ഈ നൂലിനെയൊക്കെ സെക്യൂർ ചെയ്യണം. കണ്ടോ, ഇപ്പം നമ്മൾ ലാസ്റ്റ് തയ്ച്ച നൂലുണ്ട് കണ്ടോ. നൂലുകളെല്ലാം നമ്മൾ സെയിം പുറകോട്ട് എടുത്തിട്ട് ഇതിലേക്ക് നീഡിലിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നീഡിൽ കെട്ടിയിട്ട് സൂചി കൂടെ നീളമുള്ള നൂലാണെങ്കിൽ നീഡിൽ കെട്ടിയിട്ട് ഇതിനകത്ത് പാസ് ചെയ്ത് പോയാൽ മതി. ഈ പുറകിൽ നമ്മൾ കൊണ്ടുവന്ന് ബാക്ക് സൈഡിൽ ഉള്ള സ്റ്റിച്ചുകൾ നമ്മൾക്ക് ഇതിനെ ഹൈഡ് ചെയ്യാം. 1 or 2 പ്രാവശ്യമൊക്കെ ഹൈഡ് ചെയ്യാം. നൂലിൻ്റെ നീളം അനുസരിച്ചിട്ട് ഹൈഡ് ചെയ്തിട്ട് ഇതിനെ ബാക്കിയുള്ള ശ്രദ്ധയോട് കട്ട് ചെയ്തോളൂ. അതുപോലെ ഓരോ കോർണറിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ചിലയിടത്തൊക്കെ നൂല് കിട്ടും, ആ നൂലുകളൊക്കെ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇതുപോലെ ഹൈഡ് ചെയ്ത് പോവുക. ദാറ്റ്സ് ഓൾ. ബാക്കി വരുന്നത് ശ്രദ്ധയോട് കട്ട് ചെയ്യുക. എത്ര നൂലുകളുണ്ടോ അതെല്ലാം കട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി സെക്യൂർ ആവും, അഴിഞ്ഞു പോകത്തില്ല എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പം ഈ സൈഡിൽ നമുക്കൊരു നൂല് കിട്ടും, ഈ സൈഡിൽ ഒരു നൂല് കിട്ടും. അപ്പോൾ അതിനെ കൂടെ അങ്ങ് അടുത്തടുത്ത് വരുന്ന നൂലുകളാണെങ്കിൽ അതിനെ അങ്ങ് ഒന്നിച്ച് കെട്ടിയാലും മതി. ഉണ്ടോ, കെട്ടുമ്പം ഒരുപാട് ടൈറ്റായിട്ട് കെട്ടല്ലേ, ഒന്നും നോക്കി കെട്ടുക. കെട്ടാൻ പറ്റുന്ന ലെങ്ത്തിലുള്ള നൂലുണ്ടെങ്കിൽ മാത്രം, അല്ലെ ഹൈഡ് ചെയ്ത് പോകും കേട്ടോ. ഇതിനെ ഹൈഡ് ചെയ്യുക. സെയിം കളറുള്ള സൈഡിലേക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ കിട്ടും. എനിക്കെന്താണ് ചെയ്യേണ്ടത് ഇവിടെ. എല്ലാത്തിനും ഇവിടെ ഒരു നൂലുണ്ട്, ഇതിനെയും കൂടെ നമുക്ക് വേണേൽ കെട്ടാം. പിന്നെ പല ഐഡിയകളുണ്ട്. അപ്പോൾ നമ്മുടെ ഐഡിയാസ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ പറയണേ. പണ്ട് ഐഡിയയുടെ ആഡിനകത്ത് പറയുന്നതായിരുന്നു. ഇതിന് നീളമില്ല ഗൈസ്, അതുകൊണ്ട് ഞാനിതിനെ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്തോട്ട് തന്നെ കയറ്റുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറേ നേരം കൊണ്ട് അതിനായിട്ട് കളിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അത് വേണ്ട. ക്ഷമയെ പരീക്ഷിക്കുന്നുണ്ട്. അയ്യോ, കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ ഈ സ്റ്റിച്ചിലൊന്നും അറിയാണ്ട് കട്ടായി പോലെ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും മീനസ് ചെയ്തിട്ട് അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരായില്ലേ. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഓക്കെ, ഇതെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പറയാം, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നല്ലൊരു പാറ്റേണായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.